നമസ്കാരം. ഈ ദിവസം ഇതുവരെയുള്ള വാർത്തകളുമായി ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകളിലേക്ക്. വി.ഡി. സതീശനെതിരെ സമുദായ സംഘടനകളുടെ പടയൊരുക്കം. സതീശൻ ഇന്നലെ പൂത്ത തകരയെന്ന് വെള്ളാപ്പള്ളി. ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ. ഞാനതിനെപ്പറ്റി പറയുന്നില്ല. അപ്രസക്തൻ. വർഗീയതയെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയെന്ന് സുകുമാരൻ നായർ. മതേതര കേരളം മറുപടി നൽകുമെന്ന് വി.ഡി. സതീശൻ. വീണ്ടും ഒന്നിക്കാൻ NSSും SNDPയും ഐക്യത്തിന് മുൻകൈയെടുക്കുമെന്ന് വെള്ളാപ്പള്ളി. യോജിക്കേണ്ടവർ യോജിക്കേണ്ട സമയത്ത് യോജിച്ചേ തീരും. അത് നിയതിയുടെ ഒരു നിയമമാണ്. കാലഘട്ടത്തെ ഇന്ന് സ്വീകരിക്കാൻ അതിന്റെ ഉൾവിളി ഇന്നുണ്ട് താനും. ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് സുകുമാരൻ നായർ. കാരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. ഐക്യം തകർത്തത് ലീഗ് എന്ന് വെള്ളാപ്പള്ളി. യോജിക്കാതെ സുകുമാരൻ നായർ. മുൻ CPM MLA S. രാജേന്ദ്രൻ BJPയിൽ. മാരാർജി ഭവനിലെത്തി അംഗത്വം സ്വീകരിച്ചു. BJP പ്രവേശനത്തിന് ഉപാധികളില്ലെന്ന് S. രാജേന്ദ്രൻ. കാണിച്ചത് പിറപ്പുകേടെന്ന് MM മണി. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് യുവതി ആരോപിച്ച യുവാവ് ജീവനൊടുക്കി. ആത്മഹത്യ. ബസ്സിലെ ദൃശ്യം യുവതി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെ മരിച്ചത് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്. സോഷ്യൽ മീഡിയ റീച്ചിനു വേണ്ടി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടെന്ന കുടുംബം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരന്റെ മരണത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ്. പിതാവ് ഇപ്പോഴും പോലീസ് നിരീക്ഷണത്തിൽ. കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ചത് പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെ എന്ന ആരോപണം. ഫോറൻസിക് ഫലം നിർണായകം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കണ്ണൂരിന്. തൃശൂരിനെ പിന്തള്ളി കലാകിരീടം തിരിച്ചുപിടിച്ചു. സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി എന്ത് വേഷമിട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശ ലഭിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ സമുദായ സംഘടനകളുടെ പടയൊരുക്കം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമാണ് വി.ഡി. സതീശനെ കടന്നാക്രമിച്ചും സർക്കാരിന് പിന്തുണച്ചും രംഗത്ത് വന്നത്. വെള്ളാപ്പള്ളിക്ക് പിന്നാലെ NSS കൂടി രംഗത്ത് വന്നതോടെ വിശദീകരണവുമായി വി.ഡി. സതീശൻ രംഗത്തെത്തി. വെള്ളാപ്പള്ളി നടേശനും വി.ഡി. സതീശനും തമ്മിലുള്ള വാക്പോരിന് നീണ്ട നാളത്തെ പഴക്കമുണ്ട്. ഇരുവരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് പതിവാണ്. ഇന്ന് വീണ്ടും വെള്ളാപ്പള്ളി രൂക്ഷ വിമർശനവുമായിട്ടാണ് വി.ഡി. സതീശനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സതീശന്റെ കോൺഗ്രസിലെ നിലപാടുകളടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള രൂക്ഷ പരാമർശമാണ് വെള്ളാപ്പള്ളി നടത്തിയത്. ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ. ഞാനതിനെപ്പറ്റി പറയുന്നില്ല. അപ്രസക്തൻ. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വർഗീയവാദം. ഇപ്പം മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസിലെ. ഞാൻ ഒരിക്കലും കോൺഗ്രസിനെതിരല്ല. മുതിർന്ന AK ആന്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്. രമേശ് ചെന്നിത്തല പറയട്ടെ. അവരെല്ലാം എത്രയോ സീനിയറായി, ഇളയാക്കൾ എത്രയോ സീനിയറായ ആളുകളാണ്. വെള്ളാപ്പള്ളിക്ക് അതേ നാണയത്തിൽ സതീശന്റെ മറുപടി. അതേസമയം സമുദായ ഐക്യമെന്ന NSSും SNDPയും ചേർന്നുള്ള പുതിയ നീക്കത്തിനെ സതീശൻ മറ്റൊരർത്ഥത്തിൽ സ്വാഗതം ചെയ്യുന്നു. വെള്ളാപ്പള്ളിയെ കടന്നാക്രമിക്കുമ്പോഴും G. സുകുമാരൻ നായരോട് മൃദു സമീപനമാണ് വി.ഡി. സതീശൻ സ്വീകരിച്ചത്. ഈ BJP CPMന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഇത് ഈ വർഗീയത ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രം. അതിന്റെ ഉപകരണമായി അദ്ദേഹം മാറരുത് എന്ന് പറഞ്ഞാൽ അത് ഇനിയും പറയും. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞില്ല, ഇനി അങ്ങനെ പറയില്ല. എല്ലാവരും കൂടി ഐക്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല കാര്യം. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അതേസമയം വെള്ളാപ്പള്ളിയെയും കടത്തിവെട്ടുന്ന അതിരൂക്ഷ വിമർശനങ്ങളാണ് NSS നേതൃത്വം പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് പലപ്പോഴും വർഗീയ വിരുദ്ധ പ്രസ്താവന നടത്തുന്നുണ്ടെങ്കിലും NSSന്റെ തിണ്ണ നിരങ്ങി നടന്ന കാര്യം മറക്കരുതെന്ന ഓർമ്മപ്പെടുത്തലാണ് G. സുകുമാരൻ നായരുടേത്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ തിണ്ണയിൽ ഇവിടെ വന്ന് ഞാൻ കസേരയിൽ അവിടെ ഇല്ല, കസേരയുടെ അടുത്ത് വന്നു. ഇത് NSSന്റെ സെക്രട്ടറിയാണ്, അദ്ദേഹം ഉണ്ടായിരുന്ന
കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് രക്ഷിക്കണം എന്ന് തിണ്ണയിരുന്ന് ഇറങ്ങിയില്ല ഇവിടെ. 1.5 മണിക്കൂറോട് ഇരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു. ആ യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീട് തോറും കയറി ഇറങ്ങി. എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വെച്ച് ഇറങ്ങരുതെന്ന് പറയുന്നത്. ഇതോടെ വി ഡി സതീശനും നിലപാട് മയപ്പെടുത്തുന്നു. തന്നെ ആർക്കും വിമർശിക്കാമെന്നതാണ് സതീശന്റെ നിലപാട്. വ്യക്തിപരമായി എല്ലാവർക്കും നമ്മൾ ഇഷ്ടമായിക്കൊള്ളുന്നില്ലല്ലോ. വ്യക്തിപരമായി നമ്മളെല്ലാവർക്കും നമ്മുടെ രീതികൾ ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല, നമ്മുടെ സമീപനം ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല. ഇതൊക്കെ അവരുടെ അവകാശമാണ്. വ്യക്തിപരമായുള്ള നമ്മളോടുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കട്ടെ. നായർ ഈഴവ ഐക്യമെന്ന പുതിയ നീക്കത്തിനോട് CPM കേന്ദ്രങ്ങളുടെ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വരും ദിവസങ്ങളിലും വലിയ ചലനങ്ങൾക്ക് ഇടയാക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. ഈഴവ നായർ ഐക്യത്തിന് ആഹ്വാനവുമായി SNDPയും NSSഉം. ഐക്യം അനിവാര്യമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിന് പിന്തുണയുമായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും പ്രതികരിച്ചു. എന്നാൽ NSSനെയും SNDPയെയും തെറ്റിച്ചത് ലീഗ് എന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണത്തോട് സുകുമാരൻ നായർ വിയോജിക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ പരാമർശം ലീഗ് തള്ളിക്കളഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെയും പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാട്ടുന്നത് ഹിന്ദു ഐക്യം എന്ന രണ്ടുപേരും ഉന്നയിക്കുന്ന വാദമാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇന്നും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് VD സതീശനെയും ലീഗിനെയും വിമർശിച്ച് മുന്നോട്ട് വന്നത്. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത് NSSുമായുള്ള ഐക്യമാണ്. അതിനുവേണ്ടിയുള്ള നീക്കമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. 21-ന് SNDPയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ SNDPയുടെ പ്രധാനപ്പെട്ട എല്ലാ ഭാരവാഹികളെയും ആലപ്പുഴയിൽ വിളിച്ചു ചേർത്തുകൊണ്ട് യോഗം ചേരും എന്നുള്ളതാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ യോഗത്തിൽ എന്ത് നിലപാടാണ് കൈക്കൊള്ളേണ്ടത്, ഹിന്ദു ഐക്യം എന്നതിനെ സംബന്ധിച്ച് NSSും ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട നിലപാടുകൾ, എടുക്കേണ്ട വിട്ടുവീഴ്ചകൾ എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴും, അതായത് ലീഗിനെതിരെയാണ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്, ലീഗാണ് NSSനെയും SNDPയും തമ്മിൽ തെറ്റിച്ചത് എന്നുള്ളതാണ്. VD സതീശനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും AK ആന്റണിയും ഒക്കെ പുകഴ്ത്തി UDFനോട് തനിക്ക് വിയോജിപ്പില്ല, പക്ഷേ ഈ VD സതീശനോടാണ് തനിക്ക് പൂർണ്ണമായ വിയോജിപ്പ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഇവരെല്ലാം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ യോഗ്യരാണ്, പക്ഷേ VD സതീശൻ യോഗ്യനാണെന്ന് അഭിനയിക്കുന്ന ആളാണ് എന്ന് വെള്ളാപ്പള്ളി പറയുന്നു. ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളി പറഞ്ഞത് ആര് വിജയിക്കുമെന്നതിനെ സംബന്ധിച്ച് വിജയിച്ച് അധികാരത്തിലെത്തിയ ശേഷം പറയാമെന്ന നിലപാട് മാറ്റിയ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വീണ്ടും കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടു കൂടി പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ രാഷ്ട്രീയ നീക്കം ലക്ഷ്യം വെക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന് വേണ്ടിയുള്ള നീക്കമാണ് എന്നുള്ള സാധ്യതകളും തള്ളിക്കളയാനാകാത്ത വിധമാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രത്യേകിച്ച് NSSുമായി ചേർന്ന ഒരു ഐക്യത്തിന് മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഒന്ന് യോജിച്ചു പോയാൽ ഒരു രാജ്യത്ത് സുനാമി സംഭവിക്കുമോ? എന്താണ് ബാക്കിയെല്ലാവരും യോജിച്ചെങ്കിൽ ഞങ്ങൾ ഒന്ന് യോജിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിഷമം? യോജിക്കേണ്ടവർ യോജിക്കേണ്ട സമയത്ത് യോജിച്ചേ തീരൂ. അത് നിയതിയുടെ ഒരു നിയമമാണ്. കാലഘട്ടത്തെ ഇന്ന് സ്വീകരിക്കാൻ അതിൻ്റെ ഉൾവിളി ഇന്നുണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തോന്നാനും എനിക്കിങ്ങനെ തോന്നാനും സമൂഹം അത് രണ്ടു കൈയിൽ നീട്ടി സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ജനം ആഗ്രഹിക്കുന്ന ഒന്നായി മാറി എന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം കണിച്ചുകുളങ്ങരയിൽ വന്ന മിനിറ്റുകൾക്ക് ശേഷം തന്നെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രതികരണവും വന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹം പറഞ്ഞത് ഐക്യം, ഇത്തരമൊരു ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങളെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു. ഒപ്പം തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ വർഗീയവാദി എന്ന നിലയിൽ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് SNDPയും NSSും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ് എന്നുള്ള ചോദ്യമാണ് സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതേസമയം തന്നെ ലീഗുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതായത് ലീഗാണ് അത്തരമൊരു SNDPയെയും NSSനെയും തെറ്റിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള വെള്ളാപ്പള്ളിയുടെ ആരോപണത്തെ സുകുമാരൻ നായർ തള്ളിക്കളയുകയും ചെയ്തു. ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളായ SNDPയും NSSും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ്? മുമ്പ് സംഭരണ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ കാലത്ത്
അകന്നു നിന്നു. ഇന്നതൊരു വിഷയമല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ യോജിച്ചു പോകേണ്ടവരായി ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആലോചിച്ചു, ഞങ്ങളും അത് ശരിവയ്ക്കുകയാണ്. സാമുദായിക ഐക്യം തകർത്തത് ലീഗാണ് എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തെ ഇന്ന് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് PMS സലാം രംഗത്ത് വന്നത്. ലീഗ് അതിനെ തള്ളിക്കളയുന്നു. മാത്രമല്ല, അത്തരം വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങൾ ജൽപ്പനങ്ങൾ മാത്രമാണ്, അത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല എന്നുള്ളതും അർഹിക്കുന്ന അവഗണനയോട് തള്ളിക്കളയുന്നു എന്നുള്ള നിലപാടുമാണ് ലീഗ് ഈ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. അല്ല, ആ കാര്യത്തിൽ പാർട്ടി നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, മറുപടി അർഹിക്കുന്നില്ല. കേരളീയ സമൂഹവും അത്തരം പ്രസ്താവനകൾ കേൾക്കുകയും അതിന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായി വരുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാസങ്ങൾ മാത്രം അവശേഷിക്കെ പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ഹിന്ദു ഐക്യം എന്നുള്ള നിലപാടുമായി വെള്ളാപ്പള്ളി നടേശനും ഒപ്പം തന്നെ NSSും രംഗത്ത് വരുന്നു. രണ്ടുപേരും കോൺഗ്രസിനെതിരായുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് രണ്ടുപേരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി അവർ പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അത് ഇത്തരം ഒരു യോജിപ്പിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആ ഒരു സമയം അതിക്രമിച്ചതിൻ്റെ അനിവാര്യതയിലാണ് ഇങ്ങനെ ഒരു കൂടിയാലോചനകൾ നടക്കുന്നത് എന്നുള്ളതാണ്. കൃത്യമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് രണ്ടുപേരെയും പ്രതികരണം. 21 ശേഷം, അതായത് SNDP യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട മീറ്റിംഗിന് ശേഷം മറ്റു കാര്യങ്ങൾ പറയാമെന്നും NSS പറഞ്ഞു വയ്ക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് K മുരളീധരൻ. മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അങ്ങനെ ചെയ്താൽ അവർ വിമർശിക്കപ്പെടുമെന്നും മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒന്നിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളെപ്പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹനിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അനാവശ്യമായി മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിന് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അധിക്ഷേപിച്ചാൽ അവർ വിമർശിക്കപ്പെടും. അത് ആ വിമർശിക്കുന്നവരെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ സമുദായത്തിനെയല്ല. NSS SNDP ഐക്യത്തിൽ BJPക്ക് ആശങ്കയില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എല്ലാവരും തമ്മിൽ ഐക്യം വേണം, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഐക്യം വേണമെന്നും അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇല്ല, അങ്ങനെ ആശങ്കയൊന്നുമില്ലല്ലോ. അത് ഞങ്ങളുടെ വർക്ക് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, ജനങ്ങൾ തീരുമാനിക്കും. പക്ഷേ ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ഞാൻ ചോദിക്കുന്ന ആളല്ല. ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അവർക്ക് ഒരു പുതിയ കേരളം വേണം, അവർക്ക് ഒരു നല്ല ഭാവി വേണം. ഈ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് LDF UDFന്റെ ഒരു പിങ് പോങ് രാഷ്ട്രീയമല്ല അവർക്ക് വേണ്ടത്. ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. വെള്ളാപ്പള്ളി നടേശനുമായി ഒരു തർക്കത്തിനുമില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വെള്ളാപ്പള്ളി വളരെ സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ്. പല അഭിപ്രായങ്ങളും ഉണ്ടാകും, അത് ക്രോഡീകരിച്ച് മുന്നോട്ട് പോകും. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ട് ഒരു തർക്കത്തിനില്ല. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്, എത്രയോ പ്രായം ചെന്ന ആളാണ്. ഞാനതിനെ ഒരു എൻ്റെ നാക്കുകൊണ്ട് അതിനേക്കാളപ്പുറത്തേക്ക് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പല അഭിപ്രായങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ വരും. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായ ക്രോഡീകരണം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു നല്ല സംശുദ്ധ രാഷ്ട്രീയ മൂവ്മെൻറ്റാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിനാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ ജനവിഭാഗമായിട്ട് ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു സമഭാവനയുള്ള രൂപത്തിലാണ്. ഞങ്ങൾ ആരുമായിട്ട് വഴക്കുണ്ടാക്കാനില്ല, ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനില്ല. ഞങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ സമാപന സമ്മേളന വേദിയിലെ VD സതീശന്റെ പ്രസംഗത്തിനെതിരെ വിമർശനവുമായി തുഷാർ വെള്ളാപ്പള്ളി. VD സതീശന് വർഗീയ താൽപര്യമാണ്, ഒരു സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ മറ്റൊരു സമുദായത്തെ തള്ളിപ്പറഞ്ഞു. VD സതീശൻ SNDP യോഗത്തെ കരിവാരി തേച്ചെന്നും തുഷാർ ആരോപിച്ചു.
കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ നേതാവിൻ്റെ വേദിയിൽ പോയിട്ട് SNDP യോഗത്തെ കരിവാരി തേക്കാൻ വേണ്ടി പ്രസംഗിച്ചുകൊണ്ട് എന്താ കാര്യം? ഞാൻ പിന്നെ പ്രത്യേകിച്ച് അഭിപ്രായം, കാരണം കേരളത്തിൽ ജനങ്ങൾ കാണുന്നവരല്ലേ, അവർ മനസ്സിലാക്കിക്കോളും. തീർച്ചയായിട്ടും ആണല്ലോ. കാര്യം ആ സമുദായത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള തള്ളി പറയുക എന്നുള്ളതല്ല എന്താ അതിനെപ്പറ്റി പറയാൻ പറ്റുക? അതിനകത്ത് സത്യം അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പറയുന്ന സമുദായ പാർട്ടി അല്ലേ അതേ സമുദായത്തിൻ്റെ നേതാവല്ലേ? ഏതോ രോമം ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ പുല്ലിയിരിക്കുന്നത്. ഈ പറയുന്ന ആളിൻ്റെ വേദിയിൽ പോയി നിന്നോട് പ്രസംഗിക്കുമ്പോൾ അതെന്താ ഞങ്ങൾ കാണേണ്ടത്? അതൊരു അർത്ഥമുള്ള കാര്യമല്ല. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചും രമേശ് ചെന്നിത്തലയെ പരോക്ഷമായി പിന്തുണച്ചും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആരും കോൺഗ്രസിലില്ല, എന്നാൽ ചെന്നിത്തലയ്ക്കുള്ള യോഗ്യത മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവിന് ഉണ്ടോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ള യോഗ്യത ഇവിടുത്തെ ഇന്ന് നിലവിലുള്ള കോൺഗ്രസുകാർക്ക് ആർക്കില്ല? ഉണ്ടോ? അന്ന് അത് അനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ആരെയില്ല, അത് ഞങ്ങൾക്ക് എന്നാ ഗുണം കിട്ടാനാണ്? രമേശ് ചെന്നിത്തല അവിടുത്തെ മുഖ്യമന്ത്രി, ഞങ്ങൾക്ക് എന്നാ കിട്ടാനാണ്? അവരാരും യോഗ്യരല്ല. വരാൻ പോകുന്നത് എന്നാന്ന് കണ്ടത്. അതൊക്കെ ഈ തരത്തിലാണ് കയ്യിലിരിപ്പെങ്കിൽ അത് അതിന്റെ ഫലം അനുഭവിക്കും. സുരേഷ് ഗോപിക്കെതിരെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. സുരേഷ് ഗോപി ജനിച്ച ശേഷം NSS ആസ്ഥാനത്ത് കാലുകുത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യവുമായി എത്തിയ ആ സമയത്താണ്. NSS ബജറ്റ് ദിവസമാണ് സുരേഷ് ഗോപി എത്തിയത്. തൃശൂർ പിടിച്ചതുപോലെ NSS പിടിക്കാൻ സുരേഷ് ഗോപി വരേണ്ടതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. സുരേഷ് ഗോപി ജനിച്ചതിന് ശേഷം അദ്ദേഹം വരുന്ന അന്ന് വരെ അദ്ദേഹം എത്ര വയസ്സുണ്ടോ ആ വയസ്സിനകം ഈ മണ്ണിൽ കാല് കുത്തിയിട്ടില്ലാത്ത. അന്ന് അദ്ദേഹം വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. ഒരു സംഘടന അതിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പരമാധികാര സഭയിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോടും ചോദിക്കാതെ അവിടെ കയറി വരാൻ എന്താ അതിൻ്റെ അർത്ഥം? തൃശ്ശൂർ പിടിച്ച പോലെ NSS ഒന്നും പിടിക്കാൻ പറ്റില്ല. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെന്ന ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ ആരോപണത്തിന് മറുപടിയുമായി സുകുമാരൻ നായർ. ആനന്ദബോസിന്റെ ആരോപണം പ്രശസ്തിക്ക് വേണ്ടിയാണ്. പുഷ്പാർച്ചന നടത്തണമെന്ന് ആനന്ദബോസ് ആവശ്യപ്പെട്ടിട്ടില്ല. NSS ആസ്ഥാനത്ത് ആർക്കും വരാം, പക്ഷേ വരേണ്ട രീതിയിൽ വരണമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. CV ആനന്ദബോസ് ഇവിടെ വന്നു. നിങ്ങൾ തന്നെയല്ലേ പത്രത്തിനകത്ത് CV ആനന്ദബോസിനെ സ്വീകരിച്ച് കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞ് നേരെ കാറെ കൊണ്ടുവന്ന് കയറ്റി വിടുന്നത്, ഡോറ് തുറന്ന് കയറ്റി വിടുന്നത്. ഞാൻ അങ്ങനെ ഒരുത്തരും ഡോറ് തുറന്ന് കയറ്റി കൊടുത്തിട്ടില്ല. ഇവിടുന്ന് നിങ്ങൾ തന്നെയല്ലേ പരസ്യപ്പെടുത്തി. ഞാൻ പോലും ഓർമ്മയില്ലാതെ നിങ്ങൾ ചാനലിൽ കൂടെ അത് പെട്ടെന്ന് വന്നു. അങ്ങനെ ചോദിച്ചില്ല. ആ ചോദിക്കാത്ത ആളിനെ ഇത് കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ട് എന്ന് പറയണമല്ലോ. ഇവിടെ ആർക്ക് വേണേലും ഇവിടെ വരാം, പക്ഷെ വരേണ്ട രീതി വരണ്ട. CPM മുൻ MLA S രാജേന്ദ്രൻ BJPയിൽ ചേർന്നു. മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി സ്വീകരിച്ചു. രാജേന്ദ്രനൊപ്പം ഇടുക്കിയിൽ നിന്നുള്ള CPI നേതാവ് ഗുരുനാഥൻ, CPM പ്രവർത്തകൻ സന്തോഷ് എന്നിവരും BJPയിലെത്തി. 3 തവണ ദേവികുളം MLA ആയിരുന്നു S രാജേന്ദ്രൻ. നിബന്ധനകളില്ലാതെയാണ് താൻ BJPയിൽ എത്തിയതെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്നും S രാജേന്ദ്രൻ പറഞ്ഞു. ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഉപദ്രവിക്കരുത് എന്ന്. മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. വേട്ടയാടുകയും അവഹേളിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാചകങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലതും സഹിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്കും കടക്കുന്നില്ല. എന്നാൽ ഒറ്റയ്ക്കല്ല, കുറേ സാമൂഹിക പ്രവർത്തകരും ഒപ്പമുള്ളവരും കൂടി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും പുതിയ ഒരു പ്രവേശനമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് പ്ലാന്റേഷൻ മേഖലയാകട്ടെ, ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളാവട്ടെ, പരിഹരിക്കുവാനുള്ള ഒരു ശേഷി, ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യമെന്ന് കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് BJPയുടെ അധ്യക്ഷനെ വന്ന് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായി സംസാരിക്കുകയും
ഉറപ്പ് നൽകുകയും രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാവുമെന്ന് പറയുന്നതിൻ്റെ ഭാഗമായും പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടന്നത്. CPM മുൻ MLA S. രാജേന്ദ്രന്റെ BJP പ്രവേശനത്തിലൂടെ CPMന് ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് MM മണി. പുകഞ്ഞ കൊള്ളി പുറത്താണ് രാജേന്ദ്രൻ കാണിച്ചത് പിറപ്പുകേടാണെന്നും MM മണി ആരോപിച്ചു. അയാൾ എവിടെയാലും പോയി കിടന്നു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളുടെ പാർട്ടിയിലുമില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭവം പോലുമില്ല. അതൊക്കെ അന്ന് ക്ലോസ് ചെയ്ത കാര്യമാണ്. അയാള് BJP പോവോ ചെറുത്താൻ്റെ കൂടെ പോയാലും ഞങ്ങൾക്കൊരു അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും. ആ കാര്യത്തിൽ സർക്കാരിനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ ഭൂരിഭാഗവും നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ആ റിപ്പോർട്ടിൽ ഉള്ളത് എന്താണെന്ന് ഇനിയും പുറത്തു വന്നിട്ടില്ലെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ആരോപിച്ചു. എയ്ഡഡ് മേഖലയിൽ സ്കൂളുകൾ അനുവദിച്ചത് ആനുകൂല്യമെന്നാണ് ചിലർ പറയുന്നത്. ക്രൈസ്തവർ അല്ലാത്ത അധ്യാപകരുമുണ്ട്. അപകർഷതയിൽ നിന്നാണ് വർഗീയത ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജസ്റ്റിസ് JB കോശി അദ്ദേഹം തന്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രതിഫലിക്കുന്നത് നമുക്ക് ആ സമത്വത്തിന്റെ കാര്യത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലൂടെ അദ്ദേഹം പങ്കുവച്ചത്. അതിന്റെ 200ഓളം ശുപാർശകൾ നടപ്പിലാക്കിയെന്ന് മുഖ്യമന്ത്രി ഈ അടുത്ത നാളിൽ പറയുകയുണ്ടായി. പക്ഷെ ആ റിപ്പോർട്ടിൽ എന്താണെന്ന് ഇതുവരെ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. സാറോട്ട് അത് നമ്മളോട് പറയുന്നുമില്ല. കേരളത്തിൽ ജനത്തിന് വിദ്യാഭ്യാസം കൊടുക്കുവാൻ, അത് ജാതി മതഭേദമന്യേ വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ തയ്യാറായതുകൊണ്ടാണ് നമുക്ക് സ്കൂളുകൾ കിട്ടിയത്. അല്ലാതെ നമ്മൾ എന്താണ് അർഹമല്ലാത്തത് എന്തോ ചോദിച്ചു മേടിച്ചു എന്നുള്ള രീതിയിൽ ഇപ്പോൾ പലരും സംസാരിക്കുന്നുണ്ട്. പല മേഖലകളിൽ അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. നമുക്കെന്തോ പ്രത്യേക ആനുകൂല്യം കിട്ടി എന്നുള്ളൊരു രീതിയിൽ. ഇന്നും പൊതുവിദ്യാഭ്യാസത്തെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു വലിയൊരു ഏജൻസി ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പൊതുസമൂഹം മുഴുവനുമാണ് അതിൽ നിന്ന് ഫലമെടുത്തത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന് യുവതി ആരോപിച്ച യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയാണ് മരിച്ചത്. തിരക്കുള്ള ബസ്സിലെ ദൃശ്യം യുവതി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് ആത്മഹത്യ. യുവാവ് ബസ്സിൽ വെച്ച് മനഃപൂർവ്വം ശരീരത്തിൽ സ്പർശിച്ചു എന്നായിരുന്നു യുവതിയുടെ ആരോപണം. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതിന് പിന്നാലെ യുവാവ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് റീച്ച് കൂടുന്നതിന് വേണ്ടിയിട്ട് ചില പെൺകുട്ടികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആത്മാഭിമാനമുള്ള പെൺകുട്ടികൾക്ക് പോലും അപമാനമാണ് ഇത്. ഇന്നിപ്പോൾ ഒരു പയ്യൻ തൂങ്ങി മരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ആൺകുട്ടിക്ക് ഒരു ആത്മാഭിമാനം, പെൺകുട്ടിക്ക് വേറൊരു ആത്മാഭിമാനം ഒന്നുമില്ല. എല്ലാവർക്കും ഉള്ളത് ആത്മാഭിമാനമാണ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ അതിനകത്ത് ഒരു വീഡിയോയിൽ ഈ പയ്യൻ ടച്ച് ചെയ്യുന്ന പോലും ഇല്ല. രണ്ടാമതൊരു വീഡിയോ. അപ്പോൾ ഇത് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഇവരെന്നെ തൊട്ടടുത്തേക്ക് പോവുകയാണ്. ഒരു കൈ ടച്ച് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് സോഷ്യൽ മീഡിയയുടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അതിന്റെ ആഘാതത്തിൽ, ആ മനോവിഷമത്തിലാണ് ഇദ്ദേഹം തൂങ്ങി മരിച്ചിട്ടുള്ളത്. നമ്മൾ 36 വർഷമായി ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു നോട്ടം കൊണ്ട് പോലും ഇവിടെ ഒരാൾക്കെതിരെ ഒരു മോശമായ അഭിപ്രായം ഈ നാട്ടുകാർക്ക് ആർക്കുമില്ല. ഏക മകനാണ്. അച്ഛനും അമ്മയ്ക്ക് വേറെ മക്കളാരുമില്ല. ഈ കുടുംബം അനാഥമാക്കപ്പെട്ടിട്ടാണ്, ഒരാളുടെ ജീവന നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങൾക്ക് റീച്ച് കിട്ടുന്നതിന് വേണ്ടി ഈ പെൺകുട്ടികൾ, ചില ആളുകൾ ചെയ്യുന്ന ഈ വിഷയം ഇത് ഗൗരവമായ വിഷയമാണ്. ഇതിനെതിരെ പെൺകുട്ടികൾ തന്നെ പ്രതികരിക്കണമെന്നാണ് നമുക്കറിയാം. ആ പെൺകുട്ടിയുടെ ദേഹത്ത് ദുരുദ്ദേശത്തോടെ തൊട്ടുണ്ട് ഒരു നോട്ടം കൊണ്ട് മാറ്റാം, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ പ്രതികരിക്കാം. അപ്പം അതൊന്നല്ല ഒരു വിഷയം. പ്രതികരിക്കലോ ആ വിഷയം എന്നല്ല. ഇവർക്ക് എങ്ങനെ ഇത് വീഡിയോ ആക്കി ഇത് നാല് ആളുകളെ അറിയിച്ച് അവർക്ക് ഫോളോവേഴ്സിനെ കൂട്ടണം, അതാണ് ഒരു വിഷയം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള കുഞ്ഞ് മരിച്ച സംഭവത്തിൽ അന്വേഷണം. പിതാവ് ഷിജിൽ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയായിരുന്നു കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ചതെന്നാണ് അമ്മയുടെ കുടുംബത്തിന്റെ ആരോപണം. ഭർത്തൃവീട്ടുകാർ കൃഷ്ണപ്രിയയെ ഉപദ്രവിച്ചിരുന്നുവെന്നും കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നും കുടുംബം പറയുന്നു. കുട്ടിയുടെ അച്ഛൻ പോലീസ് നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പിതാവിന്റെ കയ്യിൽ നിന്നും ബിസ്ക്കറ്റ് കഴിച്ച 1 വയസ്സുള്ള കുട്ടി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയും അതിനെ തുടർന്ന് ചെറിയ ദുരൂഹതയും മറ്റും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു കുട്ടിയുടെ 1 വയസ്സുള്ള കുട്ടിയുടെ അമ്മയുടെ വീട്ടിന്റെ മുൻപിലാണ്. ഇഹാൻ എന്നാണ് കുട്ടിയുടെ പേര്. കൃഷ്ണപ്രിയയുടെ വീടിന് മുൻപാണ് നമ്മളുള്ളത്. ഈ ഒരു കൃഷ്ണപ്രിയയുടെയും ഷിജിലിന്റെയും, പിതാവിന്റെ പേര് ഷിജിൽ എന്നാണ്, ഷിജിലിന്റെയും വിവാഹം കഴിഞ്ഞ് അതിനുശേഷം ഇവർ കുടുംബപരമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം, അതായത് ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കാരണം
നിന്നും പിരിഞ്ഞിരിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് ഒരു 40 ദിവസത്തിലധികം മാത്രമായിട്ടേ ഉള്ളൂ ഈ ഒരു 1 വയസ്സുള്ള കുട്ടി പിതാവിന്റെ കൂടി, അതായത് പിതാവിന്റെയും ഭാര്യയുടെയും അമ്മയുടെയും കൂടെ ഒരു വാടക വീട്ടിലേക്ക് മാറുന്നത്. നെയ്യാറ്റിൻകരയിലാണ്. ഇപ്പോൾ മുണ്ടുകോണത്തെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിനുശേഷം അതായത് 45 ദിവസത്തോളം ഈ വാടക വീട്ടിൽ തുടരുകയും അവിടെ നിന്നും കുട്ടിക്ക് ഇടയ്ക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒരു പിതാവ് ബിസ്ക്കറ്റ് നൽകുന്നു. ആ ബിസ്ക്കറ്റ് നൽകിയ ഉടൻ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നു. പിതാവ് കൊണ്ടുവന്ന ബിസ്ക്കറ്റാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ച കുട്ടി മരണപ്പെട്ടു എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഈ ഒരു അമ്മ വീട്ടിൽ, അതായത് കൃഷ്ണപ്രിയയുടെ ബന്ധുക്കളടക്കം ആശുപത്രിയിൽ ബഹളം വെച്ചതിനെ തുടർന്ന് പോലീസ് എത്തുകയും പോലീസിന്റെ നേതൃത്വത്തിൽ പിന്നീട് പോസ്റ്റ്മോർട്ടം മറ്റ് ഫോറൻസിക് പരിശോധന അടക്കം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് കുട്ടിയുടെ ഇടത് കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒപ്പം തലയുടെ ഭാഗത്തടക്കം പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോലീസ് കടന്നതും. അതിനുശേഷം അതായത് പല ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായി കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് അതായത് കുട്ടിയുടെ, അതായത് പിതാവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് മാറി നിൽക്കുകയും അമ്മയുടെ വീട്ടിലേക്ക് തന്നെ വരികയും ചെയ്തത്. പക്ഷെ ആ വീട്ടിൽ നിന്നും ഭാര്യയ്ക്ക്, അതായത് ഈ അമ്മയ്ക്ക് കൂടുതൽ ഭർത്തൃ പീഡനം, അതായത് ആ വീട്ടിൽ നിന്നും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഈ കൃഷ്ണപ്രിയയുടെ അമ്മയുടെ ഭാഗത്ത് നടക്കം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 1.5 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. 3 മാസം അവർ ആയപ്പോഴും അവർ അവിടെ നിന്ന് ഗർഭിണിയായി ഇവിടെ വന്നു. പിന്നെ പ്രസവം എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു 1 വയസ്സ് വരെ ഇവിടെ നിൽക്കിട്ടെന്ന് പറഞ്ഞു. അതിന് മുന്നേ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നാണ്. ഒരു അത്ര നല്ലവരല്ല കൂട്ടുകാർ. നിലവിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഫലത്തിനായി പോലീസും കുടുംബാംഗങ്ങളും കാത്തിരിക്കുകയാണ്. കാരണം ഇതിൽ പല ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ശരിവെക്കുന്ന തരത്തിലുള്ള മറ്റ് തെളിവുകളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ വീട്ടിൽ ഈ മാതാവും പിതാവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നടന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലവും ഒപ്പം പോസ്റ്റ്മോർട്ടം പരിശോധനാ ഫലവും വരേണ്ടി വരും. ഒപ്പം ഈ ഒരു പിതാവ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അമ്മയെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരാഴ്ചയോളം സമയമെടുക്കും പോസ്റ്റ്മോർട്ടം ഫലം വരാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി ഇതിൽ എന്താണ് സംഭവിച്ചത്, കുട്ടിക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അതല്ലാത്ത തരത്തിലുള്ള ദുരൂഹതകൾ ശരിവെക്കുന്ന തരത്തിലുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. മുണ്ടുകോണത്ത് നിന്നും ക്യാമറമാൻ ഹരിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കണ്ണൂരിന്. നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂരാണ് 2ാം സ്ഥാനത്തെത്തിയത്. ഗവൺമെന്റ് ഗേൾസ് HSS കോട്ടൺ ഹിൽ, PSS ഗുരുകുലം HSS ആലത്തൂർ, വിദ്യാധിരാജ വിദ്യാഭവൻ EM HS ആലുവ, അസംഷൻ HS ബത്തേരി വയനാട്. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. മോഹൻലാൽ ആയിരുന്നു സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥി. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശ ഇങ്ങനെ പിടിച്ചു. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന തിരിച്ച് അറിവുണ്ടാക്കുന്നുണ്ട്. മത്സരിക്കുന്നതാണ് പ്രധാനം. അവിടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ്. കലോത്സവത്തിലെ അവതരണങ്ങളുടെ കാര്യവും അതുപോലെയാണ്. പലപ്പോഴും പലർക്കും റിഹേഴ്സലിനോളം പോലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായെന്ന് വരില്ല, പല കാരണങ്ങൾ കൊണ്ടും. അതിൽ അങ്ങനെ സമ്മാനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധിച്ചുവെന്ന് വരാം. അതിനാൽ സമ്മാനങ്ങൾ നേടാൻ സാധിക്കാതെ വരുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് അവരാരും മോശം കലാകാരന്മാരാവുന്നില്ല. ഈ ബോധ്യം കൂടിയാണ് കലോത്സവ മത്സരവേദികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഊട്ടി ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഉറപ്പിക്കേണ്ടത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, അങ്ങനെ കലാപൂരം കൊടിയിറങ്ങിയിരിക്കുകയാണ്. ഉപചാരം ചൊല്ലി പിരിഞ്ഞു. തൃശ്ശൂരിൻ്റെ ആ എല്ലാ വലിയ പൂരങ്ങളും നടക്കുന്ന ആ മണ്ണിൽ ഉപചാരം ചൊല്ലി പിരിച്ചിലും കഴിഞ്ഞു. പക്ഷേ ഇത്തവണ കണ്ണൂർ ആ കിരീടം കൊണ്ടുപോയി. എങ്ങനെയായിരുന്നു സമാപന ദിവസത്തെ വാശിയേറിയ മത്സരമൊക്കെ?
ശ്രീജ, 5 ദിവസം നീണ്ട കനത്ത പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾക്കൊടുവിൽ കണ്ണൂര് കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. ആ കപ്പുമായി കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. അടുത്ത വർഷത്തിലുള്ള കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമായിരിക്കും ഇനിയുള്ള ഒരു വർഷവും. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള തുടക്കവും അതിഗംഭീരമായിട്ടുള്ള അവസാനവും. അതിൽ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ നഗരം തിങ്ങി നിറഞ്ഞ്, ഈ വേദിയും ഈ മൈതാനവും തിങ്ങി നിറഞ്ഞത് മോഹൻലാൽ എന്ന നമ്മുടെ സ്വന്തം, നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ലാലേട്ടനെ കാണാനാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം മോഹൻലാൽ പോയ പാടെ ആളുകളെല്ലാം പല വഴിക്ക് പിരിഞ്ഞിരിക്കുകയാണ്. മോഹൻലാലെ പറഞ്ഞതുപോലെ തന്നെ മീശ പിരിച്ച്, കുട്ടികൾക്ക് വേണ്ടി മീശ പിരിച്ച്, വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതനുസരിച്ച് ഖദറും ധരിച്ചാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ വേദിയിലേക്ക് എത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ ശ്രീജ കണ്ടിട്ടുണ്ടാവും. വലിയ ആരവമായിരുന്നു, വലിയ കയ്യടികളായിരുന്നു, വലിയ ലാലേട്ട എന്നുള്ള വിളിയും അദ്ദേഹത്തിൻ്റെ ആ ചിരിയും ഒക്കെ തന്നെയാണ് ഈ കലോത്സവത്തിൻ്റെ സമാപന ദിവസത്തിലും ഈ തേക്കിൻകാട് മൈതാനം നിറഞ്ഞു നിന്നത്. അത്രയേറെ ആഘോഷം തന്നെയായിരുന്നു. മോഹൻലാൽ വന്ന് ഇവിടെ നിന്ന് മടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കലോത്സവം എന്ന് പറയുന്നത് മത്സരങ്ങൾ മാത്രമല്ല, അത് തോൽവിയോ ജയമോ എന്നത് പിന്നീടുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾ അതിൽ മത്സരിക്കുക, അവർക്ക് ഭാവിയിലും വലിയൊരു അവസരം ഈ കലോത്സവം അല്ലെങ്കിൽ ഇവർ പഠിക്കുന്ന ആ ഒരു മത്സരങ്ങൾ കൊണ്ടുണ്ടാകട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം ആശംസിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ മഞ്ജു വാര്യരെയും നവ്യ നായരുടെ ഒക്കെ പേരെടുത്തു പറഞ്ഞു. അവരൊക്കെ കലോത്സവ വേദികളിൽ വന്ന് വിജയിച്ച് സിനിമാ മേഖലയിൽ എത്തിയവരാണ്. അതുപോലെ തന്നെയാണ് ഇനിയും നമ്മുടെ ഭാവിയിലെ സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ വലിയ കലാപ്രതിഭകളോ ആകട്ടെ നമ്മുടെ കുട്ടികളെന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹവും പറഞ്ഞത് തൃശ്ശൂരിലാണ് കലോത്സവത്തിൻ്റെ സമാപനം എന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർക്കാരപ്പോൾ അത് കൊണ്ടുപോയിക്കോളും, നമ്മൾ ഒരു ടെൻഷനും വേണ്ട എന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് ഫോണിൽ തന്നെ പറയുകയും ചെയ്തു. അദ്ദേഹം വരികയും ചെയ്തു. വന്ന് എല്ലാവരെയും, കുട്ടികളെ എല്ലാം ആശീർവദിച്ചിട്ട് തന്നെയാണ് അദ്ദേഹവും മടങ്ങിയത്. ഒപ്പം കുട്ടികളോട് ഒരു കാര്യം കൂടി അദ്ദേഹം പ്രധാനമായും പറഞ്ഞു. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഭാവിയാണ്. ഇന്നിവിടെ മത്സരിച്ച ഓരോ കുട്ടികളും നമ്മുടെ ഭാവിയാണ്. അവർ കേരളത്തിൽ തന്നെ നിൽക്കണം. കാനഡയിലേക്കോ അല്ലെങ്കിൽ ബ്രിട്ടനിലേക്കോ ചേക്കേറേണ്ട അവസ്ഥ വരരുത്. അവർക്ക് വേണ്ടി തന്നെ കേരളം വലിയൊരു അവസരം തന്നെ ഒരുക്കും. അതിനുവേണ്ടി ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ മുന്നിട്ടുണ്ടാകുമെന്ന് കൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതിൽ സിയ ഫാത്തിമ എന്ന കുട്ടി, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, കണ്ടതാണ്, ഓൺലൈനിലൂടെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത, അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിൽ പങ്കെടുത്ത സിയ ഫാത്തിമയുടെ കാര്യം കൂടി ഇവിടെ വന്ന എല്ലാ അതിഥികളും അത് സൂചിപ്പിച്ചു. അത് കലോത്സവ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഏടായി തന്നെ അതിനെ എഴുതി ചേർക്കേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം നൽകിയത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ്. അദ്ദേഹം ഒരു പിഴവുകളുമില്ലാതെ, സാധാരണ കലോത്സവ സമയത്ത് നമുക്കറിയാം വലിയ തർക്കങ്ങളുണ്ടാകും, വലിയ വിവാദങ്ങളുണ്ടാകും, അപ്പീലുണ്ടാകും, കുട്ടികളുടെ കരച്ചിലുണ്ടാകും, ബഹളമുണ്ടാകും, അടിയുണ്ടാകും. ഇത്തവണ അതൊന്നുമില്ലാതെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് കൃത്യമായി പരിഹരിച്ച് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തിനോടൊപ്പമുള്ള സംഘവും മുന്നോട്ട് പോയത്. അത് തന്നെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കലോത്സവത്തിൻ്റെ സമാപനത്തിലും നമ്മൾ കണ്ടത്. ഇതിപ്പോൾ സ്വർണ്ണക്കപ്പുമായി ഈ വടക്കുംനാഥനെ വലം വയ്ക്കുകയാണ് കണ്ണൂരിലെ കുട്ടികൾ. അത് സ്വർണ്ണക്കപ്പും വലിയ കാവടിയൊക്കെ ഉണ്ട്, വലിയ ചെണ്ടമേളമൊക്കെ ആയിട്ട് അവരങ്ങ് ആഘോഷിക്കുകയാണ് ആ കപ്പ് തിരിച്ചു നേടിയതിൻ്റെ അല്ലെങ്കിൽ കപ്പ് സ്വന്തമാക്കിയതിൻ്റെ. തൃശ്ശൂർ തൊട്ട് പിന്നാലുണ്ട്. തുടക്കം മുതൽ തൃശ്ശൂർ 4ാം സ്ഥാനത്തായിരുന്നു, കോഴിക്കോടായിരുന്നു 2ാം സ്ഥാനത്ത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയോട് കൂടിയാണ് ഈ ഒരു പോയിന്റ് നില മാറി മറിയുകയും തൃശ്ശൂർ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തത്. എന്തായാലും തൃശ്ശൂരിലെ കുട്ടികൾ പറയുന്നത് അടുത്ത വർഷം ഞങ്ങൾ കപ്പ് കൊണ്ടുപോകുമെന്നാണ്. എന്തായാലും അടുത്ത വർഷത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ കുട്ടികൾ. ഇനി കലോത്സവം അടുത്ത വർഷം എവിടെയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഉടനെ തന്നെ അതറിയാനും സാധിക്കും. അങ്ങനെ വർണ്ണാഭമായ ഒരു കൊടിയിറക്കം തന്നെയായിരുന്നു തൃശ്ശൂരിലെ കലോത്സവ പൂരത്തിന്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഉപചാരം ചൊല്ലി പിരിയുകയാണ് തൃശ്ശൂർ. ഇനി തൃശ്ശൂർക്കാർക്ക് മറ്റൊരു ആഘോഷം കൂടി വരുന്നുണ്ട്. 99 ദിവസങ്ങൾക്ക് ശേഷം തൃശ്ശൂർ പൂരം വരുന്നുണ്ട്. എന്തായാലും അത് ഗംഭീരമാക്കാനാണ് അടുത്ത തൃശ്ശൂർക്കാരുടെ അടുത്ത ഉദ്ദേശം. ആ രീതിയിലായിരിക്കും. അങ്ങനെയുള്ള അവരുടെ ആഘോഷം ഇനി തൃശ്ശൂർ പൂരത്തിലേക്ക് കടന്നിരിക്കുന്നു. നമ്മുടെ കുട്ടികളും ഇനി അടുത്ത കലോത്സവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വലിയ 5 ദിവസം വലിയ ആഘോഷം തന്നെയായിരുന്നു, വലിയ ആരവം തന്നെയായിരുന്നു. ഈ രാവിലെയും രാത്രിയുമൊക്കെ തൃശ്ശൂർ ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ കുട്ടികൾക്ക്. നമ്മുടെ കുട്ടികൾ 25 വേദികളിലും സുഗന്ധം പരത്തിയിട്ടാണ് മടങ്ങിയിരിക്കുന്നത്. ശ്രീജ. ശരി, നവമി ദിനേശാണ്
വിവരങ്ങൾ നൽകിയത്. നവമിയെപ്പോലൊരു കടുത്ത മോഹൻലാൽ ഫാനിന് എന്തായാലും കലോത്സവം അതിഗംഭീരമായി സമാപിച്ചു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ കലയുടെ വിവിധ ഭാവങ്ങൾ ആസ്വദിച്ചു. ഇപ്പോൾ ഇന്ന് ഏറ്റവും അവസാനം മോഹൻലാലിൻ്റെ പ്രസംഗത്തോടെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന ചടങ്ങ് കൂടി പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കുട്ടികൾക്ക്. തൃശ്ശൂർക്കാർക്ക് അടുത്ത പൂരത്തിന് അധികം കാത്തിരിക്കേണ്ട എന്നൊരു സന്തോഷമുണ്ട് ഇതിനിടെ. സംസ്ഥാന സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് KSFE ലഘുഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്തു. ഉദ്ഘാടന ദിവസത്തിലും സമാപന ചടങ്ങിലുമായി 8000 കുട്ടികൾക്കാണ് ഭക്ഷണം വിതരണം ചെയ്തത്. KSFE സാധാരണ എല്ലാ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിലും സംഘാടകർക്ക് നല്ല നിലയിൽ പിന്തുണ നൽകാറുണ്ട്. ഈ വർഷം ഞങ്ങൾ 4000 ഫുഡ് പാക്കറ്റുകൾ കലോത്സവം തുടങ്ങിയ ആദ്യ ദിനം തന്നെ മത്സരാർത്ഥികൾക്കും സംഘാടകർക്കും അതുപോലെ വോളണ്ടിയേഴ്സിനും ഉൾപ്പെടെ വിതരണം ചെയ്യുകയുണ്ടായി. ഇന്നിപ്പോൾ കലോത്സവം സമാപിച്ച ഒരു വേളയിലും ഇതുപോലെ തന്നെ 4000 പാക്കറ്റുകൾ ലഘുഭക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം അതുപോലെ തന്നെ അവർക്ക് വലിയ ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ആശ്വാസം പകരുക എന്നുള്ള നിലയിൽ ഒരു ലഘു ഭക്ഷണത്തിൻ്റെ ഒരു പാക്കറ്റാണ് 4000 വിതരണം ചെയ്തത്. ഇത് KSFEയുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ കൂടി ഒരു അടയാളമാണ്. KSFE വാസ്തവത്തിൽ എല്ലാ വിധത്തിലുള്ള വിഭാഗങ്ങളെയും, കുട്ടികളാവട്ടെ, സ്കൂൾ കുട്ടികളാകട്ടെ, അതുപോലെ അധ്യാപകരാകട്ടെ, ഇവരുടെയൊക്കെ തന്നെ പ്രവർത്തനങ്ങളിൽ എന്നും പിന്തുണച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഈ നാടിൻ്റെ ധൈര്യമാണ് KSFE. അപ്പോൾ ഈ മത്സരാർത്ഥികൾക്കും അവരെ കൂടുതൽ ഇതിലേക്ക് ഒരുക്കിയെടുത്തവർക്കുമൊക്കെ തന്നെ ധൈര്യം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പങ്കാളിത്തം, അതാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. കലോത്സവത്തിന് കൊടിയിറങ്ങിയെങ്കിലും ഇന്നത്തെ ദിവസത്തെ വളരെ ശ്രദ്ധേയമായ ചില പ്രകടനങ്ങൾ കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന കലാരൂപമാണ് പാഠകം. പാഠകത്തിൽ A ഗ്രേഡ് സ്വന്തമാക്കിയ കണ്ണൂർ മൊറാഴ സ്വദേശി ദേവിക പ്രകാശിലേക്കാണ്. തുടർച്ചയായ 2ാം വർഷമാണ് കലോത്സവത്തിൽ ദേവിക വിജയം സ്വന്തമാക്കുക. പാഠകം മത്സരത്തിൽ A ഗ്രേഡ് നേടിയ കണ്ണൂർ സ്വദേശിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. മോളുടെ പേര്? ദേവിക പ്രകാശ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? GHSS മൊറാഴ. എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയല്ലേ? എത്ര നാളായി പഠിക്കുന്നു? ഞാനൊരു 2 ആഴ്ച കൊണ്ട് പഠിച്ചെടുത്തതാണ്. ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഈ കലോത്സവത്തിന് വേണ്ടി പഠിച്ചെടുത്തതാണ്. എങ്ങനെയാണ് ഈ ഒരു പാഠകം പഠിക്കണം എന്ന് തോന്നിയത്? അത് ഞാൻ ഇതിനു മുന്നേ ഈ സ്റ്റേറ്റില് സംസ്കൃത പ്രഭാഷണത്തിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലും ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ ഒരു വേഷത്തില് ഉള്ള കുട്ടികളെ വേറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്കൊരു കൗതുകം തോന്നി എന്താണ് എന്നറിയാനും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ ഒരു ഇത് പഠിക്കണം എന്നുള്ള ഒരു ഇതില്. അപ്പൊ അന്നൊന്നും എനിക്ക് ഒരു നല്ലൊരു ഗുരുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ അടുത്താണ് എനിക്ക് കലാമണ്ഡലം ശ്രീനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുരുവിനെ എനിക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഒരു 2 വരി ഒന്ന് ചൊല്ലാം. അപ്പൊ അപർണായിട്ടുള്ള ആരും തന്നെ സേവിക്കില്ല എന്ന് പറഞ്ഞതോ അതും വളരെ സത്യമായിട്ടുള്ള കാര്യ. എന്താ അത്? ഉണ്ണി അർജുന കേന അപരേണ അർച്ച്യതേ. എന്റെ എല്ലാ തത്വങ്ങളും അറിഞ്ഞ് ഭക്തിയോട് കൂടിയിട്ട് അപർണായിട്ടുള്ള ആരാ എന്നെ ഇങ്ങനെ സേവിക്കുക എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ആർക്ക് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെ? പക്ഷെ ഭഗവാൻ പറഞ്ഞ സമയത്തിങ്കൽ അഹങ്കാരത്തിന്റെ ശക്തി കാരണം അർജുനൻ അത് കേൾക്ക മാത്രമേ ഉണ്ടായുള്ളൂ. അതിന്റെ അർത്ഥം ഗ്രഹിക്കാതെ കണ്ട് കോപിഷ്ഠനായിക്കൊണ്ട് കിരാതമൂർത്തിയോടുകൂടെ യുദ്ധത്തിനായിക്കൊണ്ട് പോർപ്പെടുകയും ചെയ്തു. ഇതാ ഇങ്ങനെ യാതൊരു ഭഗവാൻ ശ്രീ പരമേശ്വരനോ അർജുനന്റെ ഉള്ളിലെ കോപത്തെ വർദ്ധിപ്പിക്കാനായിക്കൊണ്ട് ശിവനിന്ദാപരങ്ങളായിരിക്കുന്ന വാക്കുകളെ പറഞ്ഞത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. അത് ബുദ്ധിമുട്ടുണ്ടായോ പഠിച്ചെടുക്കാൻ? ഒരു 3 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തു. മോക്ക് ഇതിലേക്ക് താല്പര്യം വന്നപ്പോൾ പൂർണ്ണ പിന്തുണ തന്നെ ഉണ്ടായില്ല? നമ്മളെ അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ്. ഇത് കലോത്സവം വന്നു കണ്ടു, മോൾക്ക് A ഗ്രേഡ് കിട്ടി, അതും വലിയ സന്തോഷം തന്നെ. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, തിരുവനന്തപുരത്ത് പോയിരുന്നു, അത് A ഗ്രേഡ് കിട്ടിയായിരുന്നു. സംസ്കൃത പ്രഭാഷണമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത്. ജില്ലയിൽ മോണാക്ട്, സംസ്കൃത പ്രഭാഷണം, മലയാളം പ്രസംഗം, പാഠകം ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കലോത്സവ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെയാണ് കണ്ടത്. ഇപ്പോൾ KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണും. ഇല്ല, അങ്ങനെ ഞങ്ങളെ തമ്മിലൊരു വേർതിരിവിൻ്റെ ആവശ്യമില്ല.
അല്ല, അത് അങ്ങനെയാണ്. രൂക്ഷ വിമർശനമാണ് രണ്ട് ഭാഗത്തുനിന്നും, അതായത് SNDPയുടെയും NSSന്റെയും ഭാഗത്തുനിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ സെക്രട്ടറിമാരാണ് ഈ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ഞങ്ങൾ വളരെ സൗഹൃദം ആഗ്രഹിക്കുന്നു, ആലോചിക്കുന്നു. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിന് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു ഈ കൃത്യമായിട്ട് അതിന് കോൺഗ്രസിലെ എല്ലാവരെയും അല്ല, UDFുമായിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം പ്രസംഗം അങ്ങനെ ആരെയുമല്ല. മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച രാഷ്ട്രീയ പ്രസംഗത്തിന് പ്രതിപക്ഷ നേതാവ് മറുപടി പറയുക മാത്രമാണ് ചെയ്തത്. അതിനെ വിവാദമാക്കേണ്ടതില്ല. ഇന്ന് സജി ചെറിയാനാണ് അതിനെ വിവാദമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിനെയാണ് എതിർക്കേണ്ടത്. സമുദായ നേതാക്കളെ കാണുമോ കോൺഗ്രസ് കാണാൻ ഉദ്ദേശിക്കുന്നത്? നാളെ രാഹുൽ ഗാന്ധി വരുന്നു. പഞ്ചായത്ത് ഇലക്ഷനിലെ ആവേശകരമായ വിജയത്തിൽ പങ്കാളികളായ മുഴുവൻ പേരുടെയും സംഗമമാണ് എറണാകുളത്ത് നടക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ വളരെ നല്ല നിലയിൽ പുരോഗമിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കേരളത്തിലെ കോൺഗ്രസിന് UDFന് കരുത്തും പുതിയ ഉന്മേഷവും പോയി. വലിയൊരു വിമർശനം വന്നിട്ടും പാർട്ടി പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റിന് അതിലൊരു പ്രശ്നമില്ല എന്നാണോ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. കോൺഗ്രസിനെ കാരണം ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് എല്ലാ രാഷ്ട്രീയ ഡെവലപ്മെന്റ്സ് എല്ലാം ഞങ്ങൾ പരിശോധിക്കും. വിമർശനങ്ങൾക്ക് കൃത്യമായൊരു മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ്. എല്ലാവരുമായും സഹകരിച്ചു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സതീശൻ്റെ മറുപടി മുഖ്യമന്ത്രി പറഞ്ഞതിനുള്ള മറുപടിയായിരുന്നു. സജി ചെറിയാൻ പറഞ്ഞതിനെയാണ് എതിർക്കേണ്ടത് എന്നതാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. പലതവണ പാർട്ടിക്കെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയുമുള്ള വിമർശനങ്ങൾക്ക് എന്താണ് മറുപടി എന്ന് ചോദിച്ചെങ്കിലും അദ്ദേഹം അതിന് മറുപടി പറയാൻ തയ്യാറായില്ല. രാഹുൽ ഗാന്ധിയുടെ പരിപാടിയുടെ തിരക്കിലാണ് എന്ന് പറഞ്ഞൊഴിയുകയാണ് ചെയ്തത്. മറ്റു വാർത്തകൾ നോക്കാം. സോളാർ കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടയാളെ ഭീഷണിപ്പെടുത്തി തട്ടിപ്പ് സ്ഥാപനമായ NHF ഉടമ അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ. UDFന്റെ ഭരണകാലത്ത് ബിജുവിനെ പുറത്തിറക്കിയ ആളാണ് താനെന്നും ഇനിയും സംരക്ഷിക്കുമെന്നും നിഷ പീറ്റർ പറയുന്നു. ബിജു രാധാകൃഷ്ണൻ പണം വാങ്ങിയതിൽ തനിക്ക് ഉത്തരവാദിത്വമില്ല. വൈദികർക്ക് പണം പോയെങ്കിൽ അവർ തെളിയിക്കട്ടെ. സോളാർ കേസിലെ പണം ബിജു നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നും ഭീഷണിയുണ്ട്. ഓഫീസിലെ ജീവനക്കാർക്കെല്ലാം ബിജു രാധാകൃഷ്ണൻ തന്നെയാണ് ബിജു ജോർജ് എന്ന് വ്യക്തമായി അറിയാമെന്നും നിഷ പീറ്റർ ഈ ഓഡിയോയിൽ പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സാന്ത്വനം എന്ന പേരിൽ ട്രസ്റ്റ് നടത്തിയിരുന്ന മലപ്പുറം സ്വദേശിയായ റിൻഷാദിനെ CSR ഫണ്ട് നൽകാമെന്ന് പറഞ്ഞു വലിയ തുക ബിജു രാധാകൃഷ്ണൻ തട്ടിയെടുത്തിരുന്നു. കോടനാട് ആസ്ഥാനമാക്കി ഒരു സ്ഥാപനം, വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിപാലന കേന്ദ്രം സ്ഥാപിക്കുകയും ആ നിർമ്മാണത്തിനായി ഏതാണ്ട് 300 കോടിയിലധികം രൂപ നൽകാമെന്നാണ് ബിജു രാധാകൃഷ്ണൻ അറിയിച്ചത്. ഇതേ തുടർന്ന് പല ഘട്ടങ്ങളിലായി 27 ലക്ഷത്തോളം രൂപ റിൻഷാദിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. എന്നാൽ പണം വാങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ പദ്ധതി നടപ്പിലാവുകയോ മറിച്ച് പണം മടക്കി കൊടുക്കുകയോ ഉണ്ടായ സാഹചര്യം ഉണ്ടായില്ല. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ആദ്യം മുതൽ ബിജു രാധാകൃഷ്ണനൊപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു നിഷ പീറ്റർ. തൻ്റെ സ്ഥാപനമാണ് എന്ന് നിഷ പീറ്റർ ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പണമോ പദ്ധതിയോ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ പണം മടക്കി വേണമെന്ന ആവശ്യവുമായി നിഷ കെ പീറ്ററെ സമീപിച്ചത്. ഇത്തരത്തിൽ സമീപിച്ചപ്പോൾ നൽകിയ മറുപടി ആണിത്. താനാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നതെന്ന് നിഷ പീറ്റർ പറയുന്നു. ഒപ്പം UDF ഭരണകാലത്ത് തന്നെ UDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ കേസുകളിൽ നിന്നും ഊരിയത് താനാണ്. താൻ എപ്പോഴും ബിജു രാധാകൃഷ്ണനൊപ്പം ഉണ്ടാവും. താൻ ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്ന ആളാണ്. തൻ്റെ സ്ഥാപനത്തിലൊരു ജീവനക്കാരൻ മാത്രമാണ് ബിജു എന്നും പണം വാങ്ങിയതിന് തെളിവുണ്ടെങ്കിൽ അത് കോടതിയിൽ സമർപ്പിച്ചല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോയിക്കൊള്ളൂ എന്നും നിഷ പീറ്റർ പറയുന്നു. ഒപ്പം വൈദികർക്കടക്കം പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തെളിവുമായി മുന്നോട്ട് വരട്ടെ എന്നും അവർ പറയുന്നുണ്ട്. ഈ കേരളത്തിലെ CBI അടക്കം എല്ലാവർക്കും ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത് അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ എന്ന് വളരെ വ്യക്തമായിട്ടറിയാം. എൻ്റെ സ്റ്റാഫുകളാണ് അവിടെ ഇരിക്കുന്നവരെല്ലാവരും. അത് നിങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അതിനകത്തിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പേടിച്ച് പിന്മാറുന്നവർ തന്നെയല്ല ഞാൻ. പിന്നെ UDFന്റെ ഭരണകാലത്ത് തന്നെ ബിജു രാധാകൃഷ്ണൻ ജയിലിൽ നിന്ന് ഇറക്കാൻ ധൈര്യം കാണിച്ച അഡ്വക്കേറ്റ് തന്നെയാടാ ഞാൻ. അച്ഛന്മാരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്മാരുടെ കേസ് കൊടുക്കാൻ പറഞ്ഞാൽ നീ അച്ഛന്മാരുടെ വക്കാലത്ത് എടുക്കുന്ന അച്ഛന്മാർക്ക് തന്നെ വക്കീലിനെ വെക്കാൻ കഴിവില്ലേ?
നേരത്തെ ഈ സ്ഥാപനം NHF എന്ന ബിജു രാധാകൃഷ്ണൻ തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനം അഡ്വക്കേറ്റ് നിഷ കെ പീറ്ററിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരുന്നു. കൊച്ചി കോർപ്പറേഷനിൽ നിഷയുടെ പേരിലാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരുന്നത്. പണം ആവശ്യപ്പെടുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിഷയുടെ ഭാഗത്തുനിന്നും ചെയ്തതായുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. നേരത്തെ ന്യൂസ് 18 കാര്യം നിഷ കെ പീറ്ററുമായി സംസാരിച്ചപ്പോൾ തൻ്റെ സ്ഥാപനമാണ്, ബിജു ഇവിടെ ഒരു ജീവനക്കാരൻ മാത്രമാണ് എന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. ഒപ്പം ബിജുവിനെ സംരക്ഷിക്കുന്നത് താനാണ്, അത് CBI അടക്കമുള്ളവർക്ക് അറിയാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനു പിന്നാലെ ആണിപ്പോൾ നിഷ കെ പീറ്റർ തന്നെ നേരിട്ട് ഈ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. സോളാർ കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേസെടുക്കാതെ പോലീസിന്റെ ഒളിച്ചുകളി. തട്ടിപ്പിന്റെ വ്യാപ്തി ഓരോന്നായി ന്യൂസ് 18 പുറത്തുവിടുമ്പോഴാണ് പോലീസ് ഈ മൃദു സമീപനം തുടരുന്നത്. എറണാകുളം കാക്കനാട്ട് മെറിഡിയൻ പ്രോജക്ട് പ്രൊഫഷണൽസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ബിജു രാധാകൃഷ്ണൻ ഇതിനിടെ തിടുക്കപ്പെട്ട് ഒഴിഞ്ഞു. സ്ഥാപനത്തിൽ നിന്ന് രേഖകൾ അടക്കം മാറ്റി. പുതിയ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾക്ക് പിന്നാലെ സ്ഥാപനം ഒഴിയാൻ ഉടമ നോട്ടീസ് നൽകിയിരുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തും പുറത്തുമുള്ള സന്നദ്ധ സംഘടനകളെ CSR ഫണ്ടിൻ്റെ പേരിൽ തട്ടിപ്പിന് വിധേയമാക്കുന്ന ബിജു രാധാകൃഷ്ണൻ്റെ വലിയ രീതിയിലുള്ള കുംഭകോണം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. കോടിക്കണക്കിന് രൂപ CSR ഫണ്ട് നൽകാമെന്ന് വാഗ്ദാനം നൽകി സന്നദ്ധ സംഘടനകളിൽ നിന്നും 10 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ ഈടാക്കുന്നതായുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഇതിൽ മലയാളികളായ 2 പേർ, മലപ്പുറം സ്വദേശിയും ഒപ്പം അങ്കമാലി സ്വദേശിയായ ഏലിയാസും പരാതിയുമായി മുന്നോട്ട് വരികയും ചെയ്തു. ന്യൂസ് 18 വാർത്തയുടെ തുടർന്ന് നിർഭയരായി ഇവർ മുന്നോട്ട് വരികയും മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നടപടി ആവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകിയിരുന്നു. ഇതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണർ സമീപിക്കാൻ ഇവരോട് പറയുകയും പരാതിക്കാരോട് പറയുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കടവന്ത്ര സ്റ്റേഷനിലെത്തി പരാതി നൽകിയെങ്കിലും മൊഴി രേഖപ്പെടുത്തുന്നതല്ലാതെ മറ്റു ഒരു നടപടിക്രമവും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രഹസ്യാന്വേഷണ സംഘം, പ്രത്യേകിച്ചും സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള ഉദ്യോഗസ്ഥർ പ്രതികളിൽ ഈ വാദികളിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. ഒപ്പം ന്യൂസ് 18നോടും ഈ വാർത്തയുടെ വിശദാംശങ്ങളും തട്ടിപ്പിൻ്റെ ഒരു വ്യാപ്തിയും തേടിയിരുന്നു. പക്ഷേ ഇതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ കേസെടുക്കാതെ ഉള്ള ഒളിച്ചുകളിയാണ് തുടരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, റിട്ടയർഡായ ആളുകൾ ബിജു രാധാകൃഷ്ണൻ്റെ സംഘത്തിലുണ്ട്. ഒപ്പം അഡ്വക്കേറ്റ് നിഷ കെ പീറ്ററെ പോലുള്ള നിയമരംഗത്ത് പിടിപാടുള്ള ആളുകളുമുണ്ട്. ഇത്തരം സ്വാധീനങ്ങളാവാം ഇത്തരം കേസെടുക്കുന്നതിൽ നിന്നും പോലീസിനെ പിന്നോട്ട് വലിക്കുന്നതെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെളിവുകളടക്കം ഇല്ല എന്നൊരു വാദമുഖമാണ് പലപ്പോഴും പോലീസിനോട് ബന്ധപ്പെട്ടപ്പോൾ പരാതിക്കാർക്ക് നൽകിയിരുന്നത്. ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയതും ഇത്തരത്തിൽ പരാതിക്കാർ അക്കൗണ്ട് മുഖേനയോ അല്ലെങ്കിൽ റെസിപ്റ്റ് നൽകിയോ ആയിരുന്നില്ല ബിജു രാധാകൃഷ്ണൻ പണം സ്വീകരിച്ചത് എന്നതായിരുന്നു. കറൻസി നോട്ടുകൾ മുഖേനയാണ് പലപ്പോഴും പണം സ്വീകരിച്ചത്. എന്നാൽ ലെറ്റർ പാഡിൽ എഴുതിയ നൽകിയ രേഖകളും ഏലിയാസിനടക്കം നൽകിയ റെസിപ്റ്റുകളും പോലീസിന് നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. ഈ കേസെടുക്കുന്നതിൽ നിന്നും പോലീസ് പിന്നാക്കം പോകുന്നതിനിടെ കാക്കനാട്ടെ സ്ഥാപനം ഒഴിഞ്ഞ് അവിടെ നിന്നും സാധനങ്ങൾ പൂർണ്ണമായും ബിജു രാധാകൃഷ്ണൻ സംഘവും മാറ്റിയിട്ടുണ്ട്. വിവാദങ്ങളായി ഈ വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ ഈ കെട്ടിടം ഒഴിയണമെന്ന് ചൂണ്ടിക്കാട്ടി കെട്ടിട ഉടമ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ തന്നെ യാതൊരു കാലവിളംബവും ഇല്ലാതെയാണ് ഓഫീസ് ഒഴിഞ്ഞ് അവിടെ നിന്നും സ്ഥലം മാറിയിരിക്കുന്നത്. ഓഫീസിലെ രേഖകളും CCTV അടക്കമുള്ള എല്ലാ തെളിവുകളും അവിടെ നിന്നും ബിജു രാധാകൃഷ്ണൻ മാറ്റിയിരിക്കുന്നു. ഇനി പോലീസ് എത്തിയാൽ പോലും ഈ രേഖകൾ പിടിച്ചെടുക്കുന്നത് അങ്ങേയറ്റം ദുഷ്കരമാവും. ഈ രേഖകൾ എവിടെ ഉണ്ട് എന്ന് കണ്ടെത്തുന്ന പോലും ദുഷ്കരമാവും. ഒരുപക്ഷെ മുഖ്യമന്ത്രിയിൽ നിന്നും അല്ലെങ്കിൽ DGPയിൽ നിന്നുമൊക്കെ ഈ കത്ത് വന്നതിന് പിന്നാലെ ഒരു പരിശോധന നടത്തിയില്ലെങ്കിലും കൃത്യമായി ഈ ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പ് സംഘത്തെ പിടികൂടാമായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും പോലീസ് കേസെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പരാതിക്കാർ ഉള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് സ്ഥിരീകരണമായി VSSCയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം. 1998 പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞു എന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് SIT നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ശബരിമലയിൽ വൻ സ്വർണ്ണക്കൊള്ള നടന്നതായി സ്ഥിരീകരിച്ച VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള സ്ഥിരീകരണം വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് VSSC എത്തി നിൽക്കുന്നത്. വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് നൽകിയ സ്വർണം പൊതിഞ്ഞ പാളിയും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി, തിരിച്ചു കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയും തമ്മിലുള്ള താരതമ്യ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരുന്ന സ്വർണ്ണപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണത്തിന്റെ വ്യത്യാസം നല്ലതുപോലെ വന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുമാണ് VSSCയുടേത്. ഈ റിപ്പോർട്ട്, ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് വെള്ളിയാഴ്ചയാണ്
കൊല്ലം വിജിലൻസ് കോടതിയിൽ VSSC സമർപ്പിച്ചത്. അത് മുദ്രവെച്ച കവറിലാണ് സമർപ്പിച്ചിരുന്നത്. അത് SITക്ക് കൊല്ലം വിജിലൻസ് കോടതി കൈമാറിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും ചേർത്ത്, അതല്ലെങ്കിൽ അന്വേഷണത്തിൽ ഇനി കൂടുതൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളുടെ വിവരങ്ങളും ചേർത്ത് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ വഴിത്തിരിവാകുന്ന ഒരു റിപ്പോർട്ടാണ്, അതല്ലെങ്കിൽ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ തലവൻ ADGP H. വെങ്കടേഷാണ് നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ദ്വാരപാലക ശില്പത്തിലും സ്വർണ്ണപ്പാളിയിലും തൂക്കത്തിലും അളവിലും വ്യത്യാസം വന്നിട്ടുണ്ട്, സ്വർണ്ണത്തിന്റെ അളവിലും വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തൽ. എന്തായാലും ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പോറ്റിക്കൊണ്ടുപോയിട്ടുള്ള കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പത്തിലുമാണ് സ്വർണ്ണത്തിന്റെ തൂക്കവും അളവും അനുസരിച്ച് വ്യത്യാസം വന്നിട്ടുള്ളത്. ആ കണ്ടെത്തലാണ് ഇപ്പോൾ VSSC നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ സംശയമുണ്ടെന്ന് കെ മുരളീധരൻ. പഴയ സംഭവങ്ങൾ പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമം നടക്കുന്നു. മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണിത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം, അത് കോടതിയുടെ നിയന്ത്രണത്തിലാകണമെന്നും മുരളീധരൻ പറഞ്ഞു. ശബരിമലയിൽ നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണം. തന്ത്രിയെ സംബന്ധിച്ച് അഭിപ്രായമില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ശരിയായ ദിശയിലെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. തന്ത്രി ദൈവത്തിന് തുല്യമല്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതുകൂടി പരിഗണിക്കും. എല്ലാ പോഷക സംഘടനകളും അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. ലീഗിന് വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും PMA സലാം പറഞ്ഞു. മലപ്പുറത്ത് തെരുവ് നായയിൽ നിന്ന് പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഓടയിൽ വീണയാളെ നായ ആക്രമിച്ചു. തിരൂർ ചമ്രവട്ടം ആനൊഴുക്ക് പാലത്തെ നിർമ്മാണ തൊഴിലാളിയായ സുരേഷിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. മദ്രസയിൽ നിന്ന് വരികയായിരുന്ന 14-കാരിയെ തെരുവുനായിൽ നിന്ന് രക്ഷിക്കുന്നതിനിടെയാണ് സുരേഷ് ഓടയിൽ വീണത്. സുരേഷിനെ പിന്നീട് നായ ആക്രമിക്കുകയായിരുന്നു. 15ഓളം മുറിവുകളുണ്ട്. തിരൂർ ചമ്രവട്ടത്താണ് തെരുവുനായയുടെ ആക്രമണത്തിൽ നിർമ്മാണ തൊഴിലാളിയായ ഒരു യുവാവിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. മദ്രസയിൽ നിന്ന് വരികയായിരുന്ന 14 വയസ്സുകാരിയുടെ ദേഹത്തേക്ക് തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ഈ നാട്ടുകാരനായ സുരേഷ്, നിർമ്മാണ തൊഴിലാളിയായ സുരേഷ് ഈ നായയെ ആക്രമണത്തിൽ നിന്നും കടിയേൽക്കുകയായിരുന്നു. ശരീരത്തിൽ 15ഓളം മുറിവുകളാണ് ഇയാൾക്ക് സംഭവിച്ചിരുന്നത്. ഈ മദ്രസ വിട്ട് വരികയായിരുന്ന ഈ കുട്ടിയെ തെരുവുനായ ആക്രമിക്കുന്നത് കണ്ട് ഈ സുരേഷ് ഇടപെടുകയായിരുന്നു. തുടർന്ന് ഈ സുരേഷ് നായയും ഓടയിലേക്ക് വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഈ തക്കം നോക്കി നായ ഓടയിൽ വെച്ചും ഇദ്ദേഹത്തെ ക്രൂരമായി ആക്രമിച്ചു. സുരേഷിന്റെ നിലവിളി കേട്ടാണ് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഈ സുരേഷിനെ രക്ഷിക്കുന്നത്. ആളുകൾ ഓടിയെത്തിയെങ്കിലും കടിച്ച നായ ഈ സുരേഷിനെ പിടിയിൽ നിന്ന് വിടാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും കൂടുതൽ പരിക്കേറ്റു. കൂടുതൽ ആളുകളെത്തി ആണ് ഈ നായയെ പിൻവാക്കിയത്. പരിക്കേറ്റ സുരേഷിനെ അതായത് തിരൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ പരിക്ക് ഗുരുതരമാണ്. എന്തായാലും തെരുവുനായയുടെ ആക്രമണം മലപ്പുറം ജില്ലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മൺവിളയിൽ വളർത്തുനായ്ക്കളുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന ആരോപണവുമായി കുടുംബം. വിഷയം ചൂണ്ടിക്കാണിച്ച് കുടുംബം DGPക്ക് പരാതി നൽകി. ഈ മാസം 8-നാണ് സ്കൂളിൽ നിന്ന് മടങ്ങിവന്ന വിദ്യാർത്ഥിനിയെ ശ്രീകാര്യം പോങ്ങുമൂട് വെച്ച് വളർത്തുനായ്ക്കൾ ആക്രമിക്കുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. കോതമംഗലം കോട്ടപ്പടിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. വാവേലി കുളങ്ങാട്ടുകുഴി റോഡിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. തുടർന്ന് വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനകളെ കാട്ടിലേക്ക് തുരത്തി. ഏതാനും നാളുകളായി മിക്ക ദിവസവും ആനകൾ എത്തുന്നത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. ഇടുക്കി നാരകത്താനത്ത് വാഹനാപകടം. മിനി ബസ് തിട്ടയിലിടിച്ച് 18 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരത്തു നിന്നും ഇടുക്കിയിലെത്തിയ വിനോദസഞ്ചാരികളിൽ യാത്ര ചെയ്ത ട്രാവലറാണ്
മറിഞ്ഞത്. പരിക്കേറ്റവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കാൽവരി മൗണ്ടിൽ നിന്നും രാമക്കൽമേട്ടിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം. ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോൾ ഇടുങ്ങിയ വഴിയിൽപ്പെട്ടതാണ് അപകടത്തിന് കാരണമായത്. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,180 രൂപ, പവന് 1,05,440 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 10,920 രൂപ, പവന് 87,360 രൂപ. വെള്ളി ഗ്രാമിന് 295 രൂപ, കിലോഗ്രാമിന് 2,95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.